രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. നമ്മുടെ മുന്നിൽ രാഹുൽ ഗാന്ധി നിരത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ചില കണക്ക് വിവരങ്ങളാണ്. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരുമാണ്. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിയമ ഭേദഗതി വരുത്തിയ ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഇലക്ട്രൽ പ്രോസസ്സിനെ കളങ്കപ്പെടുത്തിയ ഒരു ഓർഗനൈസ്ഡ് ഫ്രോഡാണ്. ഈ ഡിജിറ്റൽ ഇലക്ട്രൽ റോള് ലഭ്യമാക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റഫറി ഗോൾഡടിക്കുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിലെ BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒത്താശയോടുകൂടി നടത്തിയ ഒരു വലിയ ഓർഗനൈസ്ഡ് ക്രൈമാണ് ഈ ഇലക്ട്രൽ റോൾ ഫ്രോഡ്. ഇപ്പൊ ഈ ആരോപണം വന്ന സ്ഥിതിക്ക് അയാൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്യേണ്ടത്? സുരേഷ് ഗോപിയുടെ ഫോം 6 പുറത്തുവിടാൻ ബാധ്യസ്ഥരല്ലേ അവർ. ഓർഡിനറി റെസിഡന്റ് നിർവചനത്തിൽ പറയുന്നുണ്ട്, വെറുതെ ഒരു കെട്ടിടം നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഓർഡിനറി റെസിഡന്റ് ആവില്ല. ഇപ്പൊ തൃശ്ശൂരിലെ പല ഫ്ളാറ്റുകളിലും കയറി കൂടിയിരിക്കുന്ന വോട്ടർമാർ, മലപ്പുറത്തെ BJP നേതാവും തൃശ്ശൂരിലുണ്ട്, പാലക്കാട്ടെ BJP നേതാവും തൃശ്ശൂരിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആളും എല്ലാ സ്ഥലത്തും വോട്ട് ചേർക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ പാർട്ടിയല്ലേ ജയിക്കുള്ളൂ. രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിക്കുന്നു. 1 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിലൂടെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ചില വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. 300ഓളം പ്രതിപക്ഷ MP-മാരെ നിരത്തിക്കൊണ്ട് ഡൽഹിയിൽ വലിയൊരു പ്രക്ഷോഭവും രാഹുൽ ഗാന്ധി സംഘടിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ ക്യൂവിനൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് T. ആസഫ് അലിയാണ്. സ്വാഗതം. രാഹുൽ ഗാന്ധി ഒരു വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വെറും ആരോപണം എന്ന നിലയിലല്ല, അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയായ BJP ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ക്രമക്കേടുകൾ കാണിക്കുന്നു എന്നൊരു ആരോപണം. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ആരോപണമല്ല, ആസ് യു റൈറ്റ്ലി പോയിന്റ് ഔട്ട്, അതൊരു മിയർ എലിഗേഷൻ അല്ല. നമ്മുടെ മുന്നിൽ രാഹുൽ ഗാന്ധി നിരത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ചില കണക്ക് വിവരങ്ങളാണ്. എന്താണ് ആ വിവരങ്ങൾ? ആ വിവരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇരട്ട വോട്ടിൻ്റെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ ഉദാഹരണമായി ഈ ഒരു ചെറിയ ഒരു മുറിയുടെ നമ്പറിൽ 80 വോട്ട് രജിസ്റ്റർ ചെയ്തു എന്ന്. അതിനുശേഷം പല മീഡിയ ഗ്രൂപ്പുകളും ആ മുറിയിലേക്ക് ചെന്നപ്പോൾ ആ ഞെട്ടിക്കുന്ന കഥ കൂടുതൽ സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പൊ അവിടെ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനപ്രാതിനിധ്യ നിയമത്തിലും കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിലും വളരെ സവിസ്തരം പറഞ്ഞിരിക്കുന്ന വസ്തുതകൾക്ക് ഒത്തുനോക്കുമ്പോൾ ദിസ് ഈസ് എ വെരി സീരിയസ് തിങ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആർക്കാണ് വോട്ട് രജിസ്റ്റർ ചെയ്യാൻ അവകാശമുള്ളത്? ഈ മസ്റ്റ് ബി എൻ ഓർഡിനറി റെസിഡൻസ്. അവിടെ ഒരു സാധാരണ താമസക്കാരനായിരിക്കണം. നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ആരാണ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിവരിച്ചിട്ടുണ്ട്. ഓർഡിനറി റെസിഡന്റ് ആയാൽ മാത്രം പോരാ, അദ്ദേഹം ഫോം 6 ഈ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടറൽ രജിസ്ട്രേഷൻ റൂൾഡ്, ആ റൂളിൽ ഫോം 6 അനുസരിച്ച് എൻ്റെ കയ്യിൽ ആ റൂളുണ്ട്. ഈ റൂളിൽ ഈ ഫോം 6ൽ കോളങ്ങൾ പൂരിപ്പിച്ച് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഒരു സ്ഥലത്ത് വോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ റൂളിൽ പറയുന്ന എന്താണ്? ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. I am an ordinary resident at the address given in part 2. I have not applied for the inclusion of my name in the electoral roll for any other constituency. My name has not already been included in the electoral roll for this or any other constituency. എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് ഒരാൾ കൊടുത്താൽ മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഫോം 6 കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അയാളെ വോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും.
രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഈ 80 ആള് അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ്. ഈ ഫോം 6-ൽ തന്നെ ഒരു വരി പറയുന്നു, എനി പേഴ്സൺ ഹു മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ഓർ ഡിക്ലറേഷൻ വിച്ച് ഈസ് ഫോൾസ്, which he either knows or believes to be false, does not believe to be true. ഇത് കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് സത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് ചെയ്താൽ ഈസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 31 ഓഫ് ദി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം അത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. അപ്പൊ ഇതാരാണ് ഇതിന് കൂട്ടുനിന്നത്? ഈ വോട്ടുകൾ എടുക്കുന്ന ആൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അപ്പൊ അതിന് കൂട്ടുനിന്നിരിക്കുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതിനെ കുറിച്ചിട്ടും ജനപ്രാതിനിധ്യ നിയമം 32-ാം വകുപ്പ് പറയുന്നുണ്ട്. എന്താണ്? ഇഫ് എൻ ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർ or assistant electoral registration officer or other person required by under the act to perform any official duty. അതായത് വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഇൻ കണക്ഷൻ വിത്ത് പ്രിപ്പറേഷൻ, റിവിഷൻ ഓർ കറക്ഷൻ ഓഫ് എൻ ഇലക്ടർ റോഡ്, അതല്ല ഇത്. ഓർ ദി ഇൻക്ലൂഷൻ ആണ്, ഇൻക്ലൂഷൻ ഓർ എക്സ്ക്ലൂഷൻ ഓഫ് എനി എൻട്രി വിത്തൗട്ട് റീസണബിൾ കോസ്, guilty of an act, breach of such official duty shall be punishable with imprisonment for a term of 2 years, not less than 3 months. 3 മാസത്തിൽ കുറയാത്ത തടവ്, 2 കൊല്ലം വരെ പോകുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ 80 ആൾ ഒരു മുറിയിൽ വോട്ട് ചേർത്തു എന്ന് പറയുന്നത് 80 ആളും അവിടെ ഈ ഫോം 6-ൽ കൊടുത്തിരിക്കുന്ന എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം കളവാണ്. കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. ഇത് കളവാണെന്ന് വോട്ട് ചേർത്ത ഉദ്യോഗസ്ഥൻ അറിയാം. ആ ഉദ്യോഗസ്ഥൻ അപ്പൊ പറയുന്നു അത് പിന്നെ സത്യവാങ്മൂലം കൊടുക്കണം. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരുമാണ്. ദേ ആർ ലയബിൾ ടു ബി പ്രോസിക്യൂട്ടഡ്. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു മിയർ എലിഗേഷൻ അല്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ കുറച്ച് വിവരം നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതല്ല. 2 കൊല്ലം തടവിന് ശിക്ഷിക്കുന്ന, ആ കള്ളത്തരത്തിൽ വോട്ട് ചേർക്കപ്പെട്ട ആളെയും തടവിന് ശിക്ഷിക്കുന്ന ഒരു കുറ്റം സംബന്ധിക്കുന്ന ഒരു വിവരം രാഹുൽ ഗാന്ധി ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അത് ഒപ്പിട്ട് തരണം, അല്ലെ മാപ്പ് പറയണമെന്ന്. സോറി, ഷെയ്മല്ലേ വാസ്തവത്തിൽ. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. ഇപ്പോ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇന്ദിരാഗാന്ധി സർവ്വസൈന്യാധിപതിയായി നിൽക്കുന്ന കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ഈ പാവപ്പെട്ട ആം ആദ്മി ഇന്ദിരാഗാന്ധിയെ തോപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് നടന്നു നമ്മുടെ നാട്ടിൽ. അപ്പൊ ജനങ്ങളെ ശക്തി അത്ര വലുതാണ്. അതിലാണ് കളങ്കമുണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിന് മുമ്പിൽ നമ്മൾ തലതാഴ്ത്തി നിൽക്കണ്ടേ? അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിനെ ഇതിന് കാരണം, ഈ 6 മാസം പിടിച്ച കാരണം എന്താണ്? രാഹുൽ ഗാന്ധി ഈ ഡിജിറ്റൽ ഇലക്ടർ റോളിന് വേണ്ടി ആവശ്യപ്പെട്ടു, അത് കൊടുത്തില്ല. അതിന്റെ ഒരു പാശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? ആ ഡിജിറ്റൽ ഇലക്ടർ നോക്കിയാൽ ഇന്ത്യയിൽ മൊത്തം ആരെവിടെ വോട്ട് ചേർത്തു എന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. ഇതിന് നിദാനമായ ഒരു സംഭവമുണ്ട്. ഞാനതാ പറയുന്നത്. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിയമ ഭേദഗതി വരുത്തിയ ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിലുള്ളത്. എന്താണ് ക്രൈം? ക്രൈം എന്ന് പറയുന്നത് ഇങ്ങനെ ലാർജ് സ്കെയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ, വോട്ടേഴ്സ് ലിസ്റ്റിലെ വോട്ട് ചേർക്കലില്ലേ, വോട്ട് തിരുത്തലില്ലേ, വോട്ടേഴ്സ് ലിസ്റ്റ് റിവൈസ് ചെയ്യലില്ലേ. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ കൊല്ലം. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ മെഹബൂബ് പ്രാഷ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകൻ റിട്ട് പെറ്റീഷൻ കൊടുത്തു. അയാൾ ആവശ്യപ്പെട്ടത് എന്താണ്? വീഡിയോഗ്രാഫി റെക്കോർഡിംഗ് ആൻഡ് CC ഫുട്ടേജ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഒരു എലക്ഷൻ സംബന്ധിക്കുന്ന വീഡിയോഗ്രാഫി, CCTV, പോളിംഗ് ബൂത്തിൽ നടന്ന എലക്ഷൻ ടേൺ ഔട്ട്സിന്റെ കണക്ക് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ കാണുന്നത് പെട്ടെന്നൊരു ഭേദഗതി വരുന്നു. എന്തില്? കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ.
ആ ഭേദഗതിയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ആ ഭേദഗതി വരുത്തുന്നതാണ് മിനിസ്ട്രി ഓഫ് ലോ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഇലക്ഷൻ കമ്മീഷൻ. ഇതിലാണ് ഭേദഗതി വരുത്തുന്നത്, ആക്ടിലല്ല. ആക്ടിൽ ഭേദഗതി വരുത്തണമെങ്കിൽ പാർലമെന്റിൽ പോകണം. കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾസ് 1961 അതിലൊരു ഭേദഗതി വരുത്തുന്നു. ആ ഭേദഗതി വളരെ വളരെ സൂക്ഷ്മമായി പഠിച്ചാൽ മാത്രമേ ഇതിന്റെ ചതി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താന്ന് പറഞ്ഞാല് അതിൽ ഒരു നെഗറ്റീവ് ലിസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തെല്ലാം സംഗതി കൊടുക്കാൻ പാടില്ല, അത് വളരെ സീരിയസ് ആയ സംഗതികളാണ് നെഗറ്റീവ് ലിസ്റ്റ്. ആ നെഗറ്റീവ് ലിസ്റ്റ് ഒഴിച്ചു നിർത്തിയാൽ റൂൾ 93 പറയുന്നത് എന്താ? ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ബാലറ്റ് പേപ്പേഴ്സ്, മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രോൺ, ഫോം 17A, രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്, ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് അതിന്റെ അടിയിൽ പറയുന്ന എന്താണ്? ഓൾ അതർ പേപ്പേഴ്സ് റിലേറ്റഡ് ടു ഇലക്ഷൻ ഷാൽ ബി ഓപ്പൺ ടു പബ്ലിക് ഇൻസ്പെക്ഷൻ. ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് വിവരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പബ്ലിക് ഇൻസ്പെക്ഷന് ബാധകമാണ്, പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. അതിലൊരു ഭേദഗതി വരുത്തി. എന്താ ഭേദഗതി എന്ന് പറഞ്ഞാൽ, ഓൾ അതർ പേപ്പേഴ്സ് റിലേറ്റഡ് ടു ഇലക്ഷൻ ഷാൽ ബി ഓപ്പൺ ടു പബ്ലിക് ഇൻസ്പെക്ഷന് പകരം ഓൾ അതർ പേപ്പേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദിസ് റൂൾ റിലേറ്റിംഗ് ടു ഇലക്ഷൻ ഷാൽ ബി ഓപ്പൺ ടു പബ്ലിക് ഇൻസ്പെക്ഷൻ. ഈ റൂളിൽ പറഞ്ഞിരിക്കുന്നത് ഒഴിച്ച്, റൂളിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം പബ്ലിക് ഇൻസ്പെക്ഷന് വിധേയമാണ്. ഇപ്പൊ റൂളിൽ എന്തില്ല? CCTV ഫുട്ടേജ് ഇല്ല, പോളിംഗ് ബൂത്തിന്റെ 17C ഇല്ല. 17C, ഫോം 17C എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പോളിംഗ് ഏജന്റായി നിൽക്കുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫോമാണ്. ആ ഫോം ഇവർ കൊടുക്കുന്നില്ല. ആ ഫോം കൊടുത്താൽ എന്താണ് അപകടം വരാൻ പോകുന്നത്? ആ ഫോമിൽ പറയുന്നത് എന്താണ്? മൊത്തം വോട്ട് ചെയ്ത കണക്ക്. ഫോം ഈ 17C പറയാണ്. വോട്ട് ചെയ്യാൻ വന്ന് ചെയ്യാതെ പോയ ആളെ കണക്ക്, ചാലഞ്ച് ചെയ്ത വോട്ട്, ടെൻഡേർഡ് വോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫോം 17C പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഭേദഗതി എന്താണ്? വളരെ വിചിത്രമാണ് ഈ ഭേദഗതി. ഓൾ അതർ പേപ്പേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദീസ് റൂൾസ്, ഈ റൂളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഒഴിച്ച്, അതായത് ഈ റൂളിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം എല്ലാവർക്കും കൊടുക്കാം. റൂളിൽ CCTV ഇല്ല. അപ്പൊ ഈ ഭേദഗതി വരുത്താൻ കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കറിയാം, രാജ്യവ്യാപകമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ വൺ കൃത്രിമത്തിന്റെ ബലത്തിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബോംബെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഇപ്പൊ പെൻഡിങ് ആണ്. ആ റിട്ട് പെറ്റീഷൻ കൊടുത്ത ഹർജിക്കാരൻ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് വെങ്കടേഷ് നായിക് എന്ന് പറഞ്ഞ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവിന്റെ ഒരു ആക്ടിവിസ്റ്റ് ആണ്. അതിൽ ആരോപണം എന്താണെന്ന് അറിയുമോ? മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 75 ലക്ഷം വോട്ട് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അതിനെ കണക്ക് കൊടുക്കണമെന്ന് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഭേദഗതി അനുസരിച്ച് ഈ റൂൾ സ്പെസിഫൈഡ് ഓൾ അതർ പേപ്പേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദിസ് റൂൾ, റൂളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരവും എല്ലാവർക്കും കിട്ടും. അപ്പൊ 6 മണിക്ക് ശേഷം 75 ലക്ഷം വോട്ട് ചെയ്യാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായൊരു, വളരെ ഗുരുതരമല്ലേ? വൈകുന്നേരം 5 മണിക്ക് ശേഷം പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന വോട്ടർമാർക്ക് ടോക്കൺ കൊടുക്കണം എന്നാണ് നിയമം. ആ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന 75,000 ആളുകൾക്ക് ടോക്കൺ കൊടുത്തിരിക്കണം. ആ വിവരവും ഈ പബ്ലിക് സ്പേസിലേക്ക് കിട്ടാത്ത തരത്തിലാണ് ഈ അമെന്റ്മെന്റുകൾ വന്നത്. അതായത് ഈ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ ഇതൊന്നും പറയുന്നില്ല. ഇലക്ഷൻ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരങ്ങളും എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ റൂള് ഉണ്ടാക്കുന്ന അവസരത്തിൽ 1961 അന്നത്തെ ലോ മേക്ക് സ്വപ്നത്തിന് ആലോചിച്ചിട്ടുണ്ടാവില്ല 6 മണിക്ക് ശേഷം ഇങ്ങനെ വ്യാജന്മാരായ 75 ലക്ഷം ആളുകളെ ക്യൂ നിർത്തി കള്ളവോട്ട് ചെയ്ത് തോക്കുന്നവനെ ജയിപ്പിക്കുകയും ജയിക്കുന്നവനെ തോൽപ്പിക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് ഐ ആം സേയിങ്, ഇതൊരു ഓർഗനൈസ്ഡ് ഫ്രോഡ് ഓൺ ഇലക്ട്രൽ പ്രോസസ് ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഇലക്ട്രൽ പ്രോസസ്സിനെ കളങ്കപ്പെടുത്തിയ ഒരു ഓർഗനൈസ്ഡ് ഫ്രോഡാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ് ഇവരുടെ പേരുകൾ ചേർക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലി തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ
സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കൃത്രിമത്വം ഇതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ മാർഗങ്ങളോ അതിനുള്ള ടൂളുകളോ ഇല്ല എന്നാണോ? അവിടെയാണ് ഈ ഈ ഡിജിറ്റൽ ഇലക്ട്രൽ റോള് ലഭ്യമാക്കാത്തത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിക്ക് 60,000 വോട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് കൊടുത്തപ്പോൾ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. അതെ, കാരണം ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒരു മാസത്തിനുള്ളിൽ ഒബ്ജക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ആ ഒബ്ജക്ഷൻ എന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫോർ ഡിലീഷൻ ആണ്, നോട്ട് ഫോർ പ്രോസിക്യൂഷൻ. അതെ, ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളത്തരത്തിൽ ഒരാൾ പേര് ചേർത്ത് കഴിഞ്ഞാൽ അയാളെ പേര് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുക്കാനുള്ള സമയമാണ് 1 മാസം. അല്ലാതെ അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് നോ ലിമിറ്റേഷൻ. രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് പറയുന്നു ഈ ഫോം 6 പൂരിപ്പിച്ചിരിക്കുന്നത് കളവായ വിവരങ്ങൾ വെച്ചിട്ടാണ്. ഈ ഫോം 6 കളവായ വിവരങ്ങൾ സത്യമാണെന്ന് സത്യമല്ല എന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് സത്യമായ രേഖയെ പോലെ വിവരങ്ങളെ പോലെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇത് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? ദിസ് ഈസ് എ മാറ്റർ ഓഫ് ക്രൈം. ഇത് ഇലക്ടറൽ റോളിൽ നടത്തിയിരിക്കുന്ന ഈ ഫ്രോഡ് എന്ന് പറയുന്നത് വോട്ട് ഉൾപ്പെടുത്തലും വോട്ട് നീക്കം ചെയ്യുവാനുള്ള സമയപരിധിയാണ് 1 മാസം. ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രൈമിന് ക്രിമിനൽ നടപടി എടുക്കുന്നതിന് there is no limitation. അത് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ ബാധ്യസ്ഥരല്ലേ? തീർച്ചയായും. ഇതിനെയാണ് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റഫറി ഗോൾഡടിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിലെ BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാജിവെച്ചു. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു. പാർലമെന്റ് നിയമം ഉണ്ടാക്കുന്നത് വരെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രതിപക്ഷ നേതാവ്, പ്രൈം മിനിസ്റ്റർ, ഇവർ 3 അംഗങ്ങളുള്ള കമ്മിറ്റി മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെക്കാവൂ. ആ ഒരു ലിമിറ്റേഷനെ, ആ ഒരു വ്യവസ്ഥയെ മറികടക്കാൻ വേണ്ടി നിർബന്ധിച്ച് വളരെ തിരക്ക് പിടിച്ച് ഒരു നിയമം ഉണ്ടാക്കി പാർലമെന്റ്. അതിലാരാണ്? പ്രധാനമന്ത്രിയുടെ സിൽബന്ധിയായ മിസ്റ്റർ അമിത്ഷാ, ആഭ്യന്തരമന്ത്രി. അത് മതിയോ? അവരെ കൊണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവിന് വല്ല വോയിസ് ഉണ്ട് ഇവിടെ? അപ്പൊ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന നിയമം വരെ കാപട്യത്തിൽ കൂടി, കളങ്കിതമായി, കളവായി, ചതിയിൽ കൂട്ടി ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു വലിയ ഓർഗനൈസ്ഡ് ക്രൈം ഇന്ത്യയിലെ ഇലക്ടറൽ റോൾ കളങ്കപ്പെടുത്താൻ, ആ തട്ടിപ്പിൽ കൂടി അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ, സ്വന്തമായി ജനങ്ങളുടെ ഇടയിൽ അടിത്തറയില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു പാർട്ടി. ഐ മീൻ കറക്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദിസ് ഈസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ക്രൈമാണിത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ജനപ്രാതിനിധ്യ നിയമത്തെ പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട്, നിയമം ലംഘിച്ചുകൊണ്ട്, നിയമവിരുദ്ധമായി ലക്ഷക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒത്താശയോടുകൊണ്ട് നടത്തിയ ഒരു വലിയ ഓർഗനൈസ്ഡ് ക്രൈമാണ് ഈ ഇലക്ടറൽ റോൾ ഫ്രോഡ്. നമുക്ക് തൃശ്ശൂരിലേക്ക് വരാം. തൃശ്ശൂരിൽ ഇപ്പോൾ MP ആയി വിജയിച്ച് മന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിയുടെ വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് ഉൾപ്പെടെ തൃശ്ശൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഈ വോട്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടല്ല നടന്നത് എന്നുള്ള വെളിപ്പെടുത്തലുകളും ഇതിനൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ സുരേഷ് ഗോപിയുടെ അടക്കം വോട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉണ്ടാകുന്നു. അതിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ലേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരു കുറ്റകൃത്യമായി കണക്കാക്കാവുന്നതല്ലേ? അല്ല, സുരേഷ് ഗോപി ഇപ്പോൾ ഈസ് ഫൗണ്ട് മിസ്സിംഗ്. കുറെ ദിവസമായി ഈ നൺസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സംഭവം അയാൾ കാണുന്നില്ല. അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളാണ് ഞാൻ പറയുന്നത്. അയാളും അയാളുടെ കുടുംബാംഗങ്ങളും തൃശ്ശൂരിൽ കള്ളത്തരത്തിൽ വോട്ട് ചേർത്തു.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മസ്റ്റ് ബി എൻ ഓർഡിനറി റെസിഡന്റ് ഓഫ് തൃശ്ശൂർ. 6 മാസം സ്ഥിരമായി താമസിച്ചു, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച്. അപ്പൊ അയാൾക്ക് അയാളുടെ വോട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ആ ഈ ഡിക്ലറേഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ആരോപണം വന്ന സ്ഥിതിക്ക് അയാൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്യേണ്ടത്? സുരേഷ് ഗോപിയുടെ ഫോം 6 പുറത്തുവിടാൻ ബാധ്യസ്ഥരല്ലേ അവർ? ആ ഫോം 6 പുറത്തുവിട്ടാൽ സുരേഷ് ഗോപി അയാളുടെ വോട്ട് ട്രാൻസ്പോസ് ചെയ്തിട്ട് 6 മാസം ഇവിടെ താമസിച്ചതിന്റെ രേഖ ഹാജരാക്കിയാൽ സ്വാഭാവികമായ വോട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ദർ ഇസ് നത്തിങ് റോങ്. അയാളും അയാളുടെ കുടുംബാംഗങ്ങളും ഇത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പണ്ടൊരാള് കള്ളനോട്ട് അടിച്ചു, ഒരു കഥയാണ്. 15 രൂപേന്റെ കള്ളനോട്ട് അടിച്ചു. അപ്പൊ 15 രൂപന്റെ ഡിനോമിനേഷൻ ഇല്ല. മാറാൻ പോയപ്പോ മാറ്റി കിട്ടിയത് 8 ഇൻറ്റു 7 ഇൻറ്റു ആണ്. സുരേഷ് ഗോപി പറയുന്നു ഞാൻ ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ശരിയാണ്. ഈ നിമിഷം വരെ സുരേഷ് ഗോപി ചെയ്ത കളവാണെന്ന് ഞാൻ പറയുന്നില്ല. അൺലസ് സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഉടനെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫോം 6 നോട്ടീസ് ആ അപേക്ഷ ഒന്ന് കൊണ്ടുവരിക. അത് തിരുവനന്തപുരത്തുള്ള വോട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്തതാണ്. അയാൾ ഇവിടെ 6 മാസമായി താമസിക്കുന്നു. ഒന്നുകിൽ റേഷൻ കാർഡിൽ പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഓർഡിനറി റെസിഡന്റ് നിർവചനത്തിൽ പറയുന്നുണ്ട്, വെറുതെ ഒരു കെട്ടിടം നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഓർഡിനറി റെസിഡന്റ് ആവില്ല. ഓർഡിനറി റെസിഡന്റിന്റെ നിർവചനത്തിൽ അതാണ് ആദ്യം പറയുന്നത്. ഓർഡിനറി റെസിഡന്റ് യു മസ്റ്റ് ഹാവ് എ കണ്ടിന്യൂസ് സ്റ്റേ. അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു MLA MP ലീഡർ കെ കരുണാകരന്റെ കേസിൽ അതാണ് വന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മാറി താമസിക്കുന്നു തിരുവനന്തപുരത്ത്. പക്ഷെ ഇൻ കണക്ഷൻ വിത്ത് എൻ MLA ആസ് എൻ MP നിങ്ങൾ വിട്ടുമാറി താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ റൈറ്റ് ഓഫ് ഓർഡിനറി റെസിഡൻസ് നഷ്ടപ്പെടില്ല. ലീഡർ കേസിൽ അതാണ് പറഞ്ഞത്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് പോയിരിക്കുന്നത് ആസ് എൻ MLA ഹി സ്റ്റേയിങ് ദേർ ഇൻ ട്രിവാൻഡ്രം. അപ്പൊ അയാളെ മാളയിലെ വോട്ട് നഷ്ടപ്പെടില്ല. അതുപോലെ സുരേഷ് ഗോപി ഇത്രയും ഗുരുതരമായ ഇസ് നോട്ട് എൻ ഓർഡിനറി മാൻ, ഈസ് എ മിനിസ്റ്റർ. അപ്പൊ അധികാരത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു വോട്ട് ഫ്രോഡ് ആരോപണം വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഫോം 6 പുറത്തു വിട്ട് നിരപരാധിത്വം തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസെപ്റ്റീവ് സൈലൻസ് ഇൻഡിക്കേറ്റ് വാട്ട്? ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്താണ്? ഒരു ഫ്ലാറ്റിലുള്ള ഒരു സ്ത്രീ പറയാണ്, എന്റെ ഫ്ലാറ്റിൽ കുറെ ആള് വോട്ട് ചേർത്തിരിക്കുകയാണ്, ഇവരൊന്നും എന്റെ വീട്ടിലില്ലാത്ത ആളുകളാണ്, അവര് നാളെ അവകാശമായി വരും എന്നുള്ളത് ആ സ്ത്രീന്റെ ആശങ്ക. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്ര കണ്ട് പറിച്ച് ചീന്തുന്ന ഒരു ഹീനമായ കൃത്യത്തിന് ഒരു പാർട്ടി, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഇതിവിടെ സ്ഥിരമായി നടക്കുന്നു. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഈ രാഹുൽ ഗാന്ധിന്റെ ആരോപണം TV-യിൽ കാണിക്കാത്ത 3 ചാനലുകളിൽ ഒന്ന് കൈരളിയാണ്. കാരണം അവര് നടത്തിയ മാതിരി തട്ടിപ്പും വോട്ട് ചേർക്കലും അതാദ്യം ശരിക്ക് തെളിഞ്ഞത് എടക്കാട് നിയോജകമണ്ഡലത്തിൽ K സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കേസ് കേരള ഹൈക്കോടതി തോറ്റ സുധാകരനെ ജയിച്ചതായി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് തെളിയിക്കപ്പെട്ടതാണ്. 100 ആളുകളെ കോടതി സമൻ ചെയ്തു, തെരഞ്ഞെടുപ്പ് കേസ് നടത്തിയ കോടതി. അപ്പൊ വരുന്നത് എത്ര ആളാണ്? 100 ആളാണ്. 600 ആൾക്ക് സമൻസ് അയച്ചപ്പോൾ വരുന്നത് 100 ആളാണ്. കാരണം ഡബിൾ വോട്ടേഴ്സിനെയാണ് സമൻ ചെയ്ത് വിളിപ്പിച്ചത്. കണ്ണൂരിലെ സ്പെഷ്യൽ സിറ്റിംഗിൽ, ഇലക്ഷൻ ട്രൈബ്യൂണലിന്റെ സ്പെഷ്യൽ സിറ്റിംഗിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സ്പെഷ്യൽ സിറ്റിംഗിൽ ഈ കള്ള വോട്ടർമാരെ മുഴുവനും വിളിച്ച് സമൻ ചെയ്തപ്പോൾ ആ വിളിച്ച ആളുകൾ വരുന്നില്ല, അവർക്ക് വരാൻ കഴിയില്ല. അപ്പൊ കേരളത്തിലെ CPM ഇതിൽ വലിയൊരു ആർജവം കാണിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന. അതേസമയം CPM ജനറൽ സെക്രട്ടറി MA ബേബി അതിൽ കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇന്നും ദേശീയ തലത്തിൽ നടക്കുന്ന സംഗതികളെ വളരെ നിഷ്പക്ഷമായി കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് നമ്മൾ കാണുന്നത്. CPM-ന്റെ മുഴുവൻ നിലപാടും ഏകദേശം രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ജനാധിപത്യവാദിക്ക് രാഹുൽ ഗാന്ധിയെ എങ്ങനെ ഡിസോൺ ചെയ്യാൻ പറ്റും? രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു ദിസ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അല്ല, ഇത് കോൺഗ്രസ് പാർട്ടിയുടെയോ BJP-യുടെയോ രാഷ്ട്രീയ ഇന്ത്യ നിലനിൽക്കണം, ജനാധിപത്യ ഭാരതം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമുക്ക്. ഇന്ത്യ ഒരിക്കലും തകരാൻ പാടില്ല, ജനാധിപത്യ ഭാരതം തകരാൻ പാടില്ല. ഇത് ജനാധിപത്യ ഭാരതത്തെ തകർക്കുന്ന
രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യമായ നടപടിയാണ് ഇവരുടെ ഭാഗത്തുണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് അദ്ദേഹം വോട്ട് മാറ്റിയതായി പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന നിയമമുണ്ട്. നമുക്ക് കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തൃശ്ശൂരേക്ക് വോട്ടുകൾ മാറ്റാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഈ നിയമത്തെ പലതരത്തിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായുള്ള ഒരു സൂചനയല്ലേ ഇത് നൽകുന്നത്? ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മാത്രം കേസല്ല, മറ്റു പലരുടെയും വോട്ടുകൾ മാറിയിട്ടുണ്ടാകും. പല നിയോജക മണ്ഡലങ്ങളിലും ഇങ്ങനെ വോട്ടുകൾ ചെയ്തിട്ടുമുണ്ടാവാം. അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വാദം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, മറ്റുള്ളവർ ചിലപ്പോൾ ചെയ്തിട്ടുമുണ്ടാവാമല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വോട്ടറാണ് എറണാകുളത്ത്. ഞാൻ എൻ്റെ താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റി. 6 മാസം ഞാനിവിടെ തുടർച്ചയായി താമസിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ പുതിയ വോട്ട് ചേർക്കേണ്ടതില്ല. എൻ്റെ ഈ എറണാകുളത്തുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് അങ്ങ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ മതി. അതാണ് ഈ ഫോം 6 ഒരു പാർട്ട് 2 പറയുന്നുണ്ട് ആ ഡിക്ലറേഷനിൽ. മൈ നെയിം മേ ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി ഇലക്ടറൽ റോൾ for the constituency in the state in which I was ordinarily resident earlier at the address mentioned below. താഴെ പറയുന്ന address. And if so, I request that same may be deleted from that electoral roll. അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് എൻ്റെ പേര് ഇങ്ങോട്ടേക്ക് മാറ്റി തരണം. സുരേഷ് ഗോപിയെ കുറിച്ച് വന്നിരിക്കുന്ന ആരോപണങ്ങൾ 2-3 തരത്തിലുള്ളതാണ്. ഒന്ന്, അദ്ദേഹം തൃശ്ശൂരിൽ ഓർഡിനറി റെസിഡന്റ് അല്ല. അദ്ദേഹം അത് തെളിയിക്കണം പ്രൈമ ഫൈസ. ഞാൻ ഇവിടെ വോട്ട് ചേർക്കുന്ന അവസരത്തിൽ ഞാൻ 6 മാസത്തിൽ കൂടുതൽ ഇവിടെ സ്ഥിരതാമസിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പുതുതായി ഒരു വോട്ട് ചേർത്തതല്ല. തിരുവനന്തപുരം അദ്ദേഹം ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കേസ് അദ്ദേഹത്തിന് ഇല്ലല്ലോ. അദ്ദേഹം അവിടുത്തെ വോട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്തതാണ്. ഇത് രണ്ടും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. കാരണം നിയമം ഒരാൾക്ക് നൽകുന്ന അവകാശമാണ് വോട്ട് ചേർക്കലും വോട്ട് ട്രാൻസ്പോസ് ചെയ്യലും വോട്ട് മാറ്റലും. അപ്പൊ അങ്ങനെ നിയമം അനുസരിച്ചിരിക്കുന്ന ഒരു സംഗതി അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടോ ഒരു പാർട്ടിയുടെ പ്രതിനിധി ആയതുകൊണ്ടോ അയാൾക്ക് ആ അവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യം കുഴപ്പമില്ല എന്ന്, അതായത് അദ്ദേഹം ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. സുരേഷ് ഗോപി എന്നല്ല, ബാക്കി എല്ലാവരുടെയും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന 80 വോട്ട് ഒരു ഇതിൽ ചേർത്ത് അപ്രായോഗികമാണ്. ഇപ്പൊ തൃശ്ശൂരിലെ പല ഫ്ളാറ്റുകളിലും കയറി കൂടിയിരിക്കുന്ന വോട്ടർമാർ മലപ്പുറത്തെ BJP നേതാവും തൃശ്ശൂരിലുണ്ട്, പാലക്കാട്ടെ BJP നേതാവും തൃശ്ശൂരിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആളും എല്ലാ സ്ഥലത്തും വോട്ട് ചേർക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ പാർട്ടിയല്ലേ ജയിക്കുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള ദുരുപയോഗമാണ് ആ നിയമത്തിന്റെ ഉണ്ടായിരിക്കുന്നത്. എബ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ എബ്യൂസ് ജനാധിപത്യത്തിന്റെ മരണമണിയായിരിക്കും അത് അനുവദിച്ചു കൊടുത്താൽ വരാൻ പോകും. ജനാധിപത്യത്തിന്റെ മരണമണിയാണ്. ഇങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്രകാരം കണ്ടമാനം നിയമം കംപ്ലീറ്റ് കാറ്റിൽ പറത്തി നിയമവ്യവസ്ഥയെ ലംഘിച്ച് അവൻ ഇഷ്ടപ്രകാരം എഴുതി കൊടുക്കുന്ന അഡ്രസ്സുകളിലെല്ലാം HIJK. എന്തുകൊണ്ടെന്നറിയുമോ? അച്ഛന്റെ പേര് വീട്ടുപേരൊന്നും കൊടുക്കാതിരുന്നത്. കാരണം കമ്പ്യൂട്ടറിൽ ഇതെല്ലാം പെട്ടെന്ന് തടയും. അപ്പൊ അതുകൊണ്ടാണ് വേറൊരു കുനിയിൽ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊടുത്ത വേറെ കുനിയിൽ വരും. അപ്പൊ ദിസ് ആർ ഓൾ ഓർഗനൈസ്ഡ് ഫ്രോഡാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒത്താശയോടുകൂടി നടന്ന ഒരു വലിയ സംഘടിത ഫ്രോഡാണ്. നമ്മുടെ ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ പര്യാപ്തമായ രീതിയിലുള്ള ജനങ്ങളോട് നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയും കൊലച്ചതിയാണ്. ഇത്തരം ഭരണഘടനാ വിരുദ്ധം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിനായി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ആ വെളിപ്പെടുത്തലുകൾ നടത്തുകയായിരുന്നു ചെയ്തത്. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ചലഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിഷയം കോടതികൾ തന്നെയല്ലേ സർക്കാരിന് വേണ്ടത്ര നിർദ്ദേശം കൊടുക്കേണ്ടത്? അവിടേക്ക് എന്തുകൊണ്ട് എത്തുന്നു? ഈ കേസ് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിസ് ഈസ് എ ക്രൈം. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ കേസെടുക്കുന്നത് സുപ്രീം കോടതിയല്ല. സുപ്രീം കോടതിയിൽ ആ ഭേദഗതിയുടെ നിയമസാധുത ചോദ്യം ചെയ്യാം. മറിച്ച് ഈ കള്ളവോട്ടിനെ സംബന്ധിക്കുന്ന ഇപ്പൊ സുരേഷ് ഗോപിയുടെ കള്ളവോട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി കോടതി പോയിട്ട് ഫലമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഒരു ഇലക്ഷൻ നടന്ന് 1 മാസത്തിനുള്ളിൽ അതിന്റെ സമയപരിധി ഉള്ളൂ. ഈ കേസ് ഇപ്പൊ സുരേഷ് ഗോപിക്കടക്കം എതിരായി ക്രിമിനൽ കേസ് എടുക്കാം. മറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നേരിട്ട് അരിച്ചു കൊടുക്കണം, പരാതി കൊടുക്കണം. അതാണ് 32(2) എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്.
No court shall take cognizance of any offence except upon a complaint in writing by the Election Commission or any officer authorized by Election Commission എന്നാണ് ജനപ്രാതിനിധ്യ നിയമം 32(2) പറയുന്നത്. മറിച്ച് ഈ വോട്ടർ ഉണ്ടല്ലോ, കള്ള വോട്ടർ, അവൻ ഒരു ഫോൾസ് ഫോം 6 കൊടുത്തിരിക്കുന്നത് കള്ളത്തരത്തിലാണ്. സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ പരിചയക്കാരനും എല്ലാം സെക്ഷൻ 31 അനുസരിച്ച്, ജനപ്രാതിനിധ്യ നിയമം 31 അനുസരിച്ച് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം TN ശേഷൻ എന്നൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംഭവിച്ചത് എന്താണ്? അതായത് പിന്നീട് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളതിൽ നിന്ന് മാറി 2 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ അധികാര ഘടനയ്ക്ക് ഒരു മാറ്റം വരുത്തുന്നുണ്ട്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തി ചോർന്നു പോയതാണ്. എന്താണ് സംഭവിക്കുന്നത്? TN ശേഷൻ he was the private secretary of a prime minister. അങ്ങനെയുള്ള ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുമ്പോൾ അന്നത്തെ പ്രതിപക്ഷം വളരെ ആശങ്കയിലായിരുന്നു. ഇത് കോൺഗ്രസിന്റെ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വന്നതല്ലേ. ഇന്ത്യൻ ഇലക്ടറൽ റെവല്യൂഷനാണ് ശേഷം നടത്തിയത്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, പേപ്പർ ബാലറ്റ് ഉള്ളപ്പോൾ ഞാനൊരു കൗണ്ടിങ് ഏജന്റ് ആയിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിർദ്ദേശമാണ്, ഓരോ പഞ്ചായത്തിലെ വോട്ട് ഒരു വലിയ പാത്രത്തിലിട്ട് സ്റ്റിർ ചെയ്ത് ഇളക്കിയിട്ട് മാത്രമേ എണ്ണാൻ പാടുള്ളൂ. എന്താ ആ പഞ്ചായത്തിലെ വോട്ടിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു പ്രത്യേക പാർട്ടിക്കാണെങ്കിൽ ആ തോറ്റ പാർട്ടി ജനങ്ങളെ വേട്ടയാടാൻ പാടില്ല. കാരണം വിത്തൗട്ട് എനി ഫിയർ ഓർ ഫേവർ നമ്മളെ ഈ ബലപ്പെട്ട സമ്മതിദാനാവകാശം യാതൊരു പ്രീതിയോ ഭീതിയോ ആശങ്കയോ കൂടാതെ നിർവഹിക്കാനുള്ള നമ്മുടെ റൈറ്റ് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിയതാണ്. ശേഷന്റെ നിർദ്ദേശമായിരുന്നു, ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ഈ വോട്ടെല്ലാം പെട്ടിയിൽ നിന്ന് എടുത്ത് ഒരു വലിയ വട്ടളത്തിലിട്ടു. എന്നിട്ട് ആ റിട്ടേണിംഗ് ഓഫീസർ, തലശ്ശേരിയിലെ സബ് കളക്ടർ, അദ്ദേഹം വായിച്ചു. അതിങ്ങനെ ഇളക്കണം, മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഓരോ പഞ്ചായത്തിലെയും വോട്ട് എത്രയാണെന്ന് പഞ്ചായത്ത് തലത്തിലുള്ള റിസൾട്ട് പുറത്തു വരാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് മാത്രമേ വരാൻ പാടുള്ളൂ. അത്ര കണ്ട് തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തിയ ഒരു നാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഗവൺമെന്റ് വരുത്തിയ ഭേദഗതിയെ പോലും സുപ്രീം കോടതി മറികടന്നിട്ടുണ്ട്. 33-ാം വകുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിൽ എഴുതി ചേർത്തത് ഗവൺമെന്റ് ആയിരുന്നു. അതായത് ഒരു സ്ഥാനാർത്ഥിയുടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് സ്വകാര്യമായി വെക്കാൻ പരസ്യപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്. സുപ്രീം കോടതിയാണ് പറഞ്ഞത് ആ വകുപ്പ് ഭരണഘടനാപരമായി നൾ ആൻഡ് വോയിഡ് ആണ്. അപ്പൊ പാർലമെന്റിന് തെറ്റുപറ്റുമ്പോൾ പാർലമെന്റിനെ തിരുത്തിയ ഒരു പാരമ്പര്യം സുപ്രീം കോടതിക്കുണ്ട്. കേന്ദ്ര ഭരണകൂടം തെറ്റുപറ്റുമ്പോൾ ആ ഭരണകൂടത്തെ തിരുത്തിയ ഒരു പാരമ്പര്യം, ഒരു കീഴ്വഴക്കം TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായപ്പോൾ നടന്നിട്ടുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം അനൗൺസ്മെന്റ് പാടില്ല, പ്രചരണം പാടില്ല എന്ന് പറഞ്ഞത് കർശനമായി ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റും നടപ്പാക്കിയില്ലേ. ആ കീഴ്വഴക്കമെല്ലാം നമ്മൾ വിസ്മരിച്ചിട്ടല്ലേ അമിത്ഷാന്റെ ഒരു കോപ്പറേറ്റീവ് ഉദ്യോഗസ്ഥനായ ഒരു പാവയെ പിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി ഒരു പാർട്ടിയുടെ ഒരു ഡിസെപ്റ്റീവ്, ഒരു ചതിയിൽ കൂടിയുള്ള അജണ്ട നടപ്പിലാക്കാൻ ഈ പവിത്രമായ ജനാധിപത്യ പ്രക്രിയയെ പറിച്ച് ചെയ്യുന്ന അതിക്രൂരമായ ഒരു പ്രവൃത്തിയാണ് കേന്ദ്ര ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ചില ഫേവറുകളെങ്കിലുമുണ്ട്. അത് 2019 തെരഞ്ഞെടുപ്പ് കാലം നമുക്കറിയാവുന്നതാണ്. പുൽവാമയുടെയും അതുപോലെ തന്നെ ബലാക്കോട്ടിലെ സർജിക്കൽ സ്ട്രൈക്ക് സംബന്ധിച്ചുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിലാണ്, ആ ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പുൽവാമ, അതുപോലെ തന്നെ സർജിക്കൽ സ്ട്രൈക്ക്, അതുപോലെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി ഉപയോഗിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി പല തെരഞ്ഞെടുപ്പ് റാലികളിലും അത് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും വലിയ ആരോപണങ്ങൾ അതിനെതിരെ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തതാണ്. ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിലേക്ക് വരും എന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ഇത് ചട്ടലംഘനമല്ലാതായി മാറുന്നൊരു അതും നമ്മൾ കണ്ടതാണ്.
എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇങ്ങനെ ചില ഘട്ടങ്ങളിൽ മാത്രം ചിലർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഫേവറുകൾ ചെയ്യാൻ കഴിയുന്നത്? എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ മാറിപ്പോകുന്നത്? ഈ ജമ്മു കാശ്മീരിലെ മുൻ ഗവർണർ അദ്ദേഹം മരിച്ചുപോയി. അതെ. അദ്ദേഹം പുറത്തുവിട്ട ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങളുണ്ട് പുൽവാമയെ സംബന്ധിച്ച്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ കാരണം എന്താണെന്ന് അറിയുമോ? അതെ. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത് യശ്പാൽ കപൂർ എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജിക്കത്തിലെ തീയതി തിരുത്തി എന്ന് പിന്നീട് പുറത്തു വന്നു. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ നോമിനേഷൻ സ്വീകരിച്ച ദിവസം അദ്ദേഹം രാജി വെച്ചിട്ടില്ല എന്ന് വന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് കേസായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അലഹബാദ് ഹൈക്കോടതിയുടെ തെരഞ്ഞെടുപ്പ് വിധി. ആ വിധി നമ്മളൊന്ന് വായിക്കുമ്പോൾ, ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചു, എ കേസ് വിത്ത് ഷുക്ക് ഇന്ത്യ, ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ഒരു കേസ് എന്നാണ് അതിന്റെ പേര്. ആ കേസിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗപീഠം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കിട്ടിയെന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായ ഒരു തെരഞ്ഞെടുപ്പ് ആരോപണം. ഇന്ന് ആ തെരഞ്ഞെടുപ്പ് ആരോപണം നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ എല്ലാം തെരഞ്ഞെടുപ്പ് വേദി പ്രസംഗപീഠങ്ങൾ കെട്ടുന്നത് ആരാണ്? ഉദ്യോഗസ്ഥന്മാരല്ലേ? അപ്പൊ അന്ന് ഇന്ദിരാഗാന്ധി എല്ലാം തെരഞ്ഞെടുപ്പ് വേളയിൽ നേരിട്ട കർക്കശത്വം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. മറ്റൊരു ആരോപണം ഇന്ദിരാഗാന്ധിക്കെതിരെ ഉന്നയിച്ചത് എന്താണെന്നറിയുമോ? പശുവും കിടാവും ഒരു മതത്തിന്റെ ചിഹ്നമാണ്. അത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി ക്യാമ്പയിൻ നടത്തിയെന്നാണ്. ആ വാദം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കെ മാത്യു എന്ന് പറയുന്ന ആ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചു രാജ്നാരായണന്റെ അഭിഭാഷകനോട്. നിങ്ങൾ പറയുന്നു പശു ഒരു മതത്തിന്റെ സിമ്പിളാണ്, അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ല. യെസ്, പശു ഇസ് എ ഗോഡ്. ആ ഗോഡിനെ വിൽക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ശാന്തിഭൂഷണ് കോടതി നിറഞ്ഞു കവിഞ്ഞ കോടതിയിൽ മൗനം അവലംബിക്കേണ്ടി വന്നു. ജസ്റ്റിസ് കെ മാത്യുവിന്റെ ഈ ചോദ്യം ആ പുസ്തകത്തിലുള്ളതാണ്. ഇന്ദിരാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഇന്ദിരാഗാന്ധി പശുവും കുട്ടിയും എന്ന് പറയുന്ന, പശുവും കുഞ്ഞും കിടാവും എന്ന് പറയുന്ന ചിഹ്നം ഒരു മതപരമായ ചിഹ്നമാണ്, അത് ഇന്ദിരാഗാന്ധി മതപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന്. അപ്പൊ പശു മതപരമായ സിമ്പിൾ അല്ല എന്ന് വ്യക്തമായി വരുന്നൊരു മറുപടി ഈ ആരോപണം ഉന്നയിച്ച ഹർജിക്കാരന്റെ അഭിഭാഷകനിൽ നിന്ന് വരത്തക്ക രീതിയിലായി പോയി ജഡ്ജിയുടെ ചോദ്യം. ഇഫ് ഇറ്റ് ഈസ് ഗോഡ്, ക്യാൻ യു സെൽ ദ ഗോഡ്? പശു മതപരമായ ചിഹ്നമാണെങ്കിൽ ദൈവത്തെ വിൽക്കാൻ പാടുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പില് ആ കേസ് വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധി 6 കൊല്ലം അയോഗ്യയാക്കി, തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഒരു ഭേദഗതി കൊണ്ടുവന്നു. ഭരണഘടനയിൽ കൊണ്ടുവന്ന ഭേദഗതി പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ഭേദഗതി ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ കേട്ട സുപ്രീം കോടതിയുടെ ബെഞ്ച് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അന്നത്തെ സുപ്രീം കോടതി എത്ര ബോൾഡായിരുന്നു തീരുമാനമെടുക്കുന്നതിൽ അതിൽ നിന്ന് വ്യക്തമല്ലേ? 39ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതിയാണ് ഇന്ദിരാഗാന്ധി കൊടുത്ത അപ്പീൽ വാദം കേൾക്കുന്ന അതേ ബെഞ്ച് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തെല്ലാമുള്ള കർക്കശം ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾ, ജനാധിപത്യത്തെ പുച്ഛിക്കുന്ന, അതിനെ പറിച്ചു ചീന്തുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ജനവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തികൾ. ഇങ്ങനെ ഒരു ആരോപണം വരുന്നു, അതിൻ്റെ തെളിവുകളും പുറത്തു വരുന്നു. ഇത്തരം ആരോപണങ്ങളെയും തെളിവുകളെയും ഒക്കെ വളരെ പുച്ഛത്തോടെയും, അതായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന
ആ ആരോപണങ്ങളെയും അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകളെയും വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു ഭരണകൂടമാണ് ഉള്ളത്. ഈ ഭരണകൂടത്തിന് മുന്നിൽ, ഈ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഇങ്ങനെ വരുന്ന ഈ ഒരു കേസിനെ അവർ ഏതു തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ്, ഇതിന് എന്ത് പരിഹാരം ഉണ്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ നിയമത്തിൽ ഒരു ചൊല്ലുണ്ട്, ബി യു എവർ സോ ഹൈ, ലോ ഈസ് അബോവ് യു. നീ എത്ര വലിയവനാണെങ്കിലും നിയമം നിനക്ക് മീതിയാണ്. ക്രൈം വിൽ നോട്ട് ഡൈ, കുറ്റകൃത്യം മരിക്കില്ല. എത്ര വലിയ ശക്തനായ ഭരണാധികാരിയാണെങ്കിലും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന ഈ ഭൂതത്തെ തിരിച്ച് കുപ്പിയിലേക്ക് കൊണ്ടുവരാൻ മോഡിയല്ല, അമിത്ഷയല്ല, കേന്ദ്രഭരണം മൊത്തം വിചാരിച്ചാലും നടക്കില്ല. കാരണം ഇതൊരു വലിയ എഫേർട്ടാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇനി എടുക്കാൻ പോകുന്നത് ഇതിനേക്കാളും വലിയ എഫേർട്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ ചെയ്തതാണ്. എനിക്ക് ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് തന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിൽ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ മാർജിൻ തന്നെ ഒരു ഘട്ടത്തിൽ മോഡി പിറകോട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പൊ ഇതിന്റെ ഡിജിറ്റൽ ആയ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്താൽ വിത്തിൻ നോ ടൈം. രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമങ്ങളൊക്കെ നമുക്കറിയാം. ഈ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനായി രാഹുൽ ഗാന്ധി ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്ര വലിയൊരു ഉദാഹരണമാണ്. രാഹുൽ ഗാന്ധിയുടെ മുൻപുള്ള ശ്രമങ്ങളിലൊക്കെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം അതിൻ്റെ കൃത്യമായ ഫോളോ അപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടി അദ്ദേഹം ആഴത്തിൽ പഠിച്ച് അവതരിപ്പിച്ച ഒരു സംഗതിയാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നതുമാണ്. ഇതിനെ ഏതു തരത്തിലാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹം ഇതുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ്? ആദ്യം വളരെ തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നത്. ഈ 6 മാസം അദ്ദേഹം ആരോടും ഈ കാര്യം പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന പലരുമായും നമ്മൾ സംസാരിച്ചപ്പോൾ പോലും ഈ വിഷയം അദ്ദേഹം പുറത്തു വിട്ടിട്ടേയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നിങ്ങൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അത്ര തയ്യാറെടുപ്പ് നടത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ 60,000 പേജുള്ള ഭാണ്ഡം രാഹുൽ ഗാന്ധിക്ക് തള്ളിവിട്ട് പരിശോധിച്ചോ കള്ളവോട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെറ്റുപറ്റി, കേന്ദ്ര സർക്കാരിനും തെറ്റുപറ്റി, ഇന്ത്യയിലെ ഭരണകക്ഷിക്കും തെറ്റുപറ്റി എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പവർ പോയിന്റ് പ്രസന്റേഷൻ കൂടി പുറത്തുവിട്ട വിവരങ്ങൾ. തീർച്ചയായും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. ഇതിൻ്റെ ഒരു നിയമപരമായ സാധ്യതകൾ എന്താണ്? ഈ അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾക്ക് തെളിവുകളില്ല എന്നുള്ളൊരു കൗണ്ടർ ആർഗ്യുമെന്റ് അവിടെയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെ തെളിയിക്കുന്നതിനുള്ള തെളിവ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ തെളിവല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്ക് സപ്ലൈ ചെയ്ത തെളിവാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം വേറെ സ്ഥലത്തുനിന്ന് ശേഖരിച്ച തെളിവല്ല, അദ്ദേഹം ഉണ്ടാക്കിയ തെളിവുമല്ല, അദ്ദേഹം ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുമല്ല, നിങ്ങൾ തന്ന തെളിവാണ്. തെളിവ് ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ള തെളിവാണ് നിങ്ങൾ എനിക്ക് തന്ന്, നിങ്ങളെ കയ്യിലുള്ള ആയുധം എനിക്ക് തന്ന് നിങ്ങളെ തല്ലാൻ വേണ്ടി എന്നോട് പറയുന്നത്. ഞാനതാ പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഇന്ന് ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എന്തുവാ, കേന്ദ്രത്തിൽ ഒരു ഫുൾ മിനിസ്റ്റർ ഇല്ലേ, അയാൾ പറഞ്ഞില്ലേ ഇതിപ്പോഴാ പറയേണ്ടത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈമാണ് 1 മാസം. ഒരു കുറ്റകൃത്യം ചെയ്താൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ there is no time limit. ഇപ്പോഴും ടൈം ലിമിറ്റ് പോയിട്ടില്ല. ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഈ കള്ള വോട്ടറുടെയും ഇതിൽ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥനെയും പ്രോസിക്യൂഷനിലേക്ക് വന്നേ തീരും. ഇനി ഈ ഭേദഗതി, ഈ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ ഉണ്ടാക്കിയ ഭേദഗതിയിൽ CCTV ഫുട്ടേജ് കൊടുത്താൽ എന്താണ്? ആകാശം ഇടിഞ്ഞ് വീഴുവോ? നിങ്ങളെ ഉക്കത്ത് കനമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഭയപ്പെടുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്താൽ രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യയിൽ മൊത്തം നടന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരാം. അതിനല്ലേ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഇത്ര ധൃതിപ്പെട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കാണ് വിത്തിൻ 2 days മിനിസ്ട്രി ഓഫ് ലോ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ആ ഭേദഗതി വളരെ വായിച്ചാൽ മനസ്സിലാവും അതിനുള്ളിലുള്ള ആ ചതി. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എല്ലാം കിട്ടും.
എന്ന് പറഞ്ഞാൽ അതിൽ CCTV ക്യാമറ ഇല്ല, ഡിജിറ്റൽ ഇലക്ട്രോൺ ഇല്ല. ഭേദഗതിക്ക് മുമ്പ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റീവ് ലിസ്റ്റിൽ പറഞ്ഞതൊഴിച്ച് ബാക്കിയെല്ലാം കിട്ടുന്നതാണ്. അപ്പൊ അതിൽ സ്പെസിഫിക്കായി പറഞ്ഞ വിവരങ്ങളെ കിട്ടാൻ പാടുള്ളൂ എന്ന് വരുത്തിക്കൊണ്ടുള്ള ഒരു ഭേദഗതി വരുത്തിയതിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ അല്ലേ? ഇതിന് ശേഷമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി പുറത്ത് വന്നതിന്റെ പിന്നാലെയാണ് ആ ഭേദഗതി വരുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെക്കുറിച്ച് നല്ല ഒരു ബോധമുണ്ട്. ഏത് രേഖ പുറത്തു പോകണം, ഏത് രേഖ പുറത്തു പോകാൻ പാടില്ല, ഏത് രേഖ പുറത്തു പോയാൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഇവിടെ നേതാക്കന്മാർ അവരുടെ പാർട്ടിക്ക് എന്തെല്ലാം ക്ഷതമുണ്ടാവും എന്ന് വളരെ നന്നായി അറിയുന്നവരാണ് അവർ. അപ്പോൾ തീർച്ചയായും ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനെ ഭയക്കുന്നുണ്ട്. ഉറപ്പാണ്. ഇന്നെവിറ്റബിൾ വിൽ ഹാപ്പൺ, ഇമ്പോസിബിൾ വിൽ നോട്ട് ഹാപ്പൺ. എന്താണ് ഇന്നെവിറ്റബിൾ? അനിവാര്യമായത് സംഭവിക്കും. ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ തകർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാനും 2 കൊല്ലം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കാനും ജനം തയ്യാറെടുത്ത ജനാധിപത്യമാണ് ഇന്ത്യയിലെ ജനാധിപത്യം. അടിയന്തരാവസ്ഥയിൽ ഏറ്റവും സൂപ്പർ പവർഫുള്ളായ ഇന്ദിരാഗാന്ധിയെ ആരാ തോൽപ്പിച്ചത്? ജനമാണ്. പാവപ്പെട്ട, അക്ഷരാഭ്യാസമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ജനമാണ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത്. ആ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്ന ജനതാ പാർട്ടിയെ അവരുടെ ജനവിരുദ്ധമായ ഭരണത്തെ 2 കൊല്ലം കൊണ്ട് ജനം തിരിച്ചറിഞ്ഞ് തോൽപ്പിച്ച ഇന്ദിരാഗാന്ധിയെ ഇന്ദിര ബുലാവോ ദേശ് ബജാവോ, ഇന്ദിരയെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നതും ഈ അക്ഷരവൈരിയായ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത പാവപ്പെട്ട രാമൻ റഹീമാണ്. അതുകൊണ്ട് ആ ശക്തിയെ ദുർബലപ്പെടുത്താൻ ഏത് ഭരണാധികാരി ശ്രമിച്ചാലും അത് നിലനിൽക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്.